ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മൊഡ്യൂൾ 5 മൈക്രോബയോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു ടോപ്പിക്കാണ് അല്ലേ. അപ്പം അതിൽ നമ്മൾ ബാക്ടീരിയയെക്കുറിച്ചും വൈറസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു. അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസുകൾ നോക്കി, ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ നോക്കി, സ്റ്റെയിനിങ് മെത്തേഡുകൾ പഠിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു. അപ്പം ഈ ഒരു സെക്ഷൻ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആ ക്ലാസ്സുകൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു ക്ലാസ് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. കാരണം ഇതെന്താണ്, ആ കംപ്ലീറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റണം അല്ലേ. അപ്പം അങ്ങനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തിട്ട് വന്നിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരുപാട് നമ്മൾ മൈക്രോബയോളജി ഒക്കെ പഠിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന സമയത്താണ്, അതായത് ഏകദേശം ഒരു നവംബർ ടൈമിലൊക്കെ പഠിച്ചതാണ്. അപ്പം ഏകദേശം എല്ലാവരും മറന്നു പോകാനൊക്കെയുള്ള ചാൻസ് ആയി. അപ്പം അതൊന്ന് നോക്കിയിട്ട് വരിക. നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 20 ക്വസ്റ്റ്യൻസിലൂടെ ആ ടോപ്പിക്ക് ഞാൻ വീണ്ടും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലേ എന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 20 ക്വസ്റ്റ്യൻ ആ ഹോൾ ടോപ്പിക്കിനെ കവർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും അത് റിവൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ മൈക്രോബയോളജി മാത്രമല്ല, നമ്മൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം നമ്മുടെ ടോപ്പിക്കുകൾ ഏകദേശം അവസാനിച്ചു അല്ലേ. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കേ, ബാക്ടീരിയയുടെ കോശഭിത്തിയുടെ പ്രധാന ഘടകം ഏതാണ് അല്ലെ? എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് അല്ലെ. ബാക്ടീരിയയുടെ കോശഭിത്തി, സെൽ വാളിലെ പ്രധാന ഘടകം എന്ത്? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നു കാണും അല്ലെ. സെലുലോയിഡ്, കൈറ്റിൻ അല്ലെ, പെപ്റ്റിഡോഗ്ലൈക്കൻ, ഗ്ലൈക്കോജൻ. ഇതിലേതാണ് ബാക്ടീരിയൽ സെൽവാളിലെ പ്രധാന ഘടകം? ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ. നമുക്കറിയാം അല്ലെ, നമ്മൾ ബാക്ടീരിയയുടെ സെൽവാളൊക്കെ പഠിച്ചു. ബാക്ടീരിയയെ ചുറ്റിപ്പറ്റിയിട്ട് എന്തുണ്ട്? ഒരു ശക്തമായ കോശഭിത്തിയുണ്ട് അല്ലെ. ബാക്ടീരിയക്ക് എന്തുണ്ട്? ഒരു ശക്തമായിട്ടുള്ള കോശഭിത്തി നമ്മുടെ ഈ ബാക്ടീരിയകൾക്കുണ്ട്. കോശഭിത്തി ബാക്ടീരിയകൾക്ക് എന്ത് നൽകുന്നു? അതിന്റെ ആ ഒരു രൂപം, ഷേപ്പ് കൊടുക്കാനും പിന്നെ എന്തിനുമാണ് സഹായിക്കുന്നത്? അതിനൊരു കാഠിന്യം നൽകുകയും ചെയ്യുന്നു അല്ലെ. കോശഭിത്തി ബാക്ടീരിയയ്ക്ക് കാഠിന്യം കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കോശത്തിന്റെ ആ ഒരു ഷേപ്പ് നിർണ്ണയിക്കാനും സഹായിക്കുന്നു. ഇപ്പൊ ബാക്ടീരിയക്ക് കോശഭിത്തി ഉണ്ടോ? ഉണ്ട് അല്ലെ. ബാക്ടീരിയക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോശഭിത്തി ഉണ്ട്. ഈ കോശഭിത്തി എന്തിനാ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ബാക്ടീരിയയുടെ ഷേപ്പ് അല്ലെ, പല പല ഷേപ്പിലെ ബാക്ടീരിയാസ് ഉണ്ട്. ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് മാത്രമല്ല അതിനൊരു റിജിഡിറ്റി, കാഠിന്യം കൊടുക്കുവാനും അത് സഹായിക്കുന്നുണ്ട്. ഇത് കോശവിഭജനത്തിന്റെ ഒരു ഘടകമാണ്. കോശത്തിൽ ഉണ്ടാകുന്ന ഓസ്മോട്ടിക് നാശത്തിന്റെയും കോശഭിത്തി ഒരു പ്രതിരോധം നൽകുന്നു അല്ലെ. അപ്പൊ ഈ ഓസ്മോട്ടിക് പ്രഷറിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോശഭിത്തി പ്രതിരോധം നൽകുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിന്നോട്ടെ, കോശഭിത്തിയുടെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ശരിക്കും ഈ കോശഭിത്തി, ബാക്ടീരിയയിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കാൻ അഥവാ മ്യൂറിൻ അല്ലെ. രണ്ട് രീതി പറയാം. പെപ്റ്റിഡോഗ്ലൈക്കാൻ, മ്യൂറിൻ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഭാഗം കൊണ്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്നവ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് N-അസറ്റൈൽ ഗ്ലൂക്കാസമൈൻ, N-അസറ്റൈൽ മുറാമിക് ആസിഡ് തന്മാത്രകൾ അല്ലെ. അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ബാക്ടീരിയകളുടെ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. അതെന്താൽ നിർമ്മിതമാണ്? അസറ്റൈൽ ഗ്ലൂക്കോസമൈനും അല്ലെങ്കിൽ അസറ്റൈൽ മുറാമിക് ആസിഡുമാൽ നിർമ്മിതമായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ അഥവാ മ്യൂറിൻ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ സെൽവാൾ നമുക്ക് കാണാം അല്ലെ. ഗ്രാം പോസിറ്റീവില് ഒരു ടൈപ്പ്, ഗ്രാം നെഗറ്റീവില് വേറൊരു ടൈപ്പ്. സോ നമുക്ക് അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ പാളി എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് കേട്ടോ. ഗ്രാം പോസിറ്റീവ് പോലെ ഭയങ്കര കാഠിന്യമുള്ളതൊന്നുമല്ല, വളരെ നേർത്ത ഒരു പാളിയാണ് ഏതെന്ന് പറയുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ പാളി എന്ന് പറയുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ പഞ്ചസാരയുടെയും അമിനോ ആസിഡുകളുടെയും പോളിമറാണ്. ഇത് പലപ്പോഴും ഗ്രാം നെഗറ്റീവ് സെൽഭിത്തിയിൽ ഒറ്റപ്പാളിയായി കാണപ്പെടുന്നു. അപ്പം ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്
പഞ്ചസാരയുടെയും അമിനോ ആസിഡിന്റെയും ഒരു പോളിമേഴ്സ് ആണ് അല്ലെ. പഞ്ചസാരയും അമിനോ ആസിഡ്സും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു പോളിമർ ആണ് ഇത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ വളരെ തിന്നായിരിക്കും. അപ്പോൾ ഒറ്റപ്പാളി മാത്രമേ, ഗ്രാം നെഗറ്റീവില് ഒറ്റപ്പാളിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്, നേർത്തതും ആണ്. ഇതിന്റെ പുറം സ്തരം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കുകളുടെയും ഫേജുകളുടെയും ലക്ഷ്യസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടീൻ പാളിയാണ് അല്ലെ. ഗ്രാം നെഗറ്റീവില് ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ പാളി കാണും, പിന്നെ എന്ത് കാണാൻ പറ്റും, ഒരു പ്രോട്ടീൻ പാളി കാണാൻ പറ്റും, പിന്നെ ഒരു ലിപ്പോ പ്രോട്ടീൻ പാളി അല്ലെ. അതായത് പെപ്റ്റിഡോഗ്ലൈക്കനെ പുറം കോശസ്തരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, ഈ പ്രോട്ടീൻ പാളിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലിപ്പോ പ്രോട്ടീൻ പാളിയും കാണും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ലിപ്പോ പോളിസാക്കറൈഡ് അല്ലെ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളുടെ എൻഡോടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണിത് അല്ലെ. നമ്മളിവിടെ ഒന്ന് ആലോചിക്കേ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് ടോക്സിസിറ്റി അല്ലെ, എൻഡോടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലിപ്പോ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് അല്ലെ. ഇത് ലിപ്പിഡ് തന്മാത്രയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അതാണ് ലിപ്പോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഇനി പെരിപ്ലാസ്മിക് സ്പേസ് ഉണ്ട്. എന്തുണ്ട്, പെരിപ്ലാസ്മിക് സ്പേസ്. ഇത് ബാഹ്യ സ്തരത്തിനും ആന്തരിക സ്തരത്തിനും ഇടയിലുള്ള ഒരു ഇടമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചോളൂ. ഗ്രാം പോസിറ്റീവിലേക്ക് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഗ്രാം പോസിറ്റീവില് നല്ല കട്ടിയുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ പാളിയാണ് അല്ലെ. അതായത് ശക്തിയുള്ള മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന കട്ടിയുള്ള എന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ പാളിയാണ് ആർക്കുള്ളത്, നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് ഉള്ളത് അല്ലെ. അത് മാത്രമല്ല ടീക്കോയിക് ആസിഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളുടെ പ്രധാന ഉപരിതല ആന്റിജനുകൾ നിർമ്മിക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന ഒരു പോളിമറാണ്. വേറെ എന്തുകൊണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു എൻറ്റയർ ടോപ്പിക്ക് കവർ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ ഗ്രാം പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും സെൽ വാൾ സ്ട്രക്ചർ വീണ്ടും പഠിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ടീക്കോയിക് ആസിഡ് എവിടെയാണ് പ്രസന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് കേട്ടോ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് ടീക്കോയിക് ആസിഡ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് എന്താണ്, ആന്റിജനുകൾ നിർമ്മിക്കുന്ന ഒരു പോളിമറാണ്. ഇത് വാട്ടർ സോല്യൂബിൾ ആണ്. ആന്റിജൻ നിർമ്മിക്കുന്ന വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു പോളിമറാണ് ഇതെന്ന് പറയുന്നത്, ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന് പുറം സ്തരവും ലിപ്പോ പോളിസാക്കറൈഡും ഇല്ല. ഇനി നമുക്ക് എന്താണ്, നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ അവിടെ പുറം സ്തരമോ ലിപ്പോസാക്കറൈഡ്സോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ബാക്ടീരിയക്ക് കോശഭിത്തിയുണ്ട്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അല്ലെ. ബാക്ടീരിയ പ്രൊക്കാരിയോട്ടാണ്, അതുകൊണ്ട് തന്നെ കോശഭിത്തി ഒക്കെ ഉണ്ട്. ന്യൂക്ലിയസ് ഇല്ല, കോശഭിത്തികളും ഒക്കെ ഉണ്ട്. ഈ കോശഭിത്തി അതിന് ഷേപ്പും കാര്യങ്ങളും ആ ഒരു മെക്കാനിക്കൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോശഭിത്തി എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കാൻ കാരണം പെപ്റ്റിഡോഗ്ലൈക്കൻ അഥവാ മ്യൂറിൻ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. പെപ്റ്റിഡോഗ്ലൈക്കൻ അഥവാ മ്യൂറിൻ കൊണ്ടാണ് നമ്മുടെ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് ഒറ്റ ലെയറേ കാണൂ. അതുകൊണ്ട് തന്നെ നേർത്ത ലെയർ ആയിരിക്കും. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു പുറം സ്തരം കാണും. ഈ പുറം സ്തരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ പാളിയാണ്. ഇനി ഈ പ്രോട്ടീൻ പാളിയെയും എന്ത് ചെയ്യുന്നു, ഈ പ്രോട്ടീൻ പാളിയെയും നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ലിപ്പോ പ്രോട്ടീൻ പാളിയും എവിടെയുണ്ട്, ഗ്രാം നെഗറ്റീവിലുണ്ട്. എന്നാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ അവിടുത്തെ സെൽ വാള് ഗ്രാം നെഗറ്റീവിനെക്കാളും എന്താണ്, വളരെയധികം കട്ടി കൂടുതലാണല്ലേ, വളരെയധികം കട്ടിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡിന്റെ പ്രസൻസ് അല്ലെ, ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന ടീക്കോയിക് ആസിഡ് കാണപ്പെടുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിലാണ്. ഇത് വാട്ടർ സോല്യൂബിൾ ആണ് താനും. നമ്മുടെ ക്വസ്റ്റ്യൻ മറന്നു പോകരുത്. ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ. ബാക്ടീരിയയുടെ കോശഭിത്തി എന്തായിരുന്നു നമ്മളിപ്പോ പറഞ്ഞല്ലേ, ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. ഇത് ഗ്രാം നെഗറ്റീവില് അല്ലെങ്കിൽ നമുക്ക് മ്യൂറിൻ എന്ന് പറയാം കേട്ടോ. മ്യൂറിൻ ഷുഗർ അമിനോ ആസിഡിന്റെ ഒരു പോളിമർ ആണിത്. ഗ്രാം നെഗറ്റീവിലേക്ക് വരുമ്പോ എന്തായിരുന്നു നമ്മുടെ പ്രത്യേകത, ഗ്രാം നെഗറ്റീവിൽ ഇത് നേർത്തതാണ് അല്ലെ. ഗ്രാം പോസിറ്റീവില് കുറച്ചും കൂടി എന്താണ്, നേർത്ത സ്ട്രക്ചർ അല്ല. ക്ലിയർ അല്ലേ, മനസ്സിലായോ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഇത് എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്ടീരിയയെ തിരിച്ചറിയുന്നത് അല്ലെ.
ബാക്ടീരിയയെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ് ഗ്രാം സ്റ്റെയിനിങ് അല്ലെ. അപ്പൊ ഈ ഗ്രാം സ്റ്റെയിനിങ്ങിൽ എന്തിനെ വെച്ചിട്ടാണ് ബാക്ടീരിയകളെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോശത്തിന്റെ ആകൃതി, കോശഭിത്തിയുടെ ഘടന, അനേറോബിക് സ്വഭാവം, സ്പോർ ഉൽപാദനം, ഇതിൽ എന്താണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ പരിഗണിക്കുന്നത് അല്ലെ, എന്തിന്റെ ബേസിലാണ് ഗ്രാം സ്റ്റെയിനിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബാക്ടീരിയാസിനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കാം. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടല്ലോ, നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ, ഈ സെൽ വാൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഗ്രാം സ്റ്റെയിനിങ് മെയിൻലി എന്താണ് സ്റ്റെയിൻ ചെയ്യുന്നത്? സെൽ വാളിനെയും അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. ദ ടെക്നിക് ഡിഫറൻഷിയേറ്റ് ഇൻറ്റു അല്ലെ, ഈ ഗ്രാം സ്റ്റെയിനിങ് രണ്ട് തരത്തിലുണ്ട്. അത് കഴിഞ്ഞ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ബേസിലാണ്? നമുക്കറിയാം സെൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ് അല്ലെ. അപ്പൊ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന്റെ ആ ഒരു കമ്പോസിഷനും തിക്നെസ്സും ആണ് എന്തിനെ ബാധിക്കുന്നത്? നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ സമയത്ത് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അതായത് ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ടൈമിൽ എന്താണ് നമ്മുടെ പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ കുറച്ചും കൂടി എന്താണ് കാഠിന്യം ഉള്ളതാണ്. നെഗറ്റീവ് ബാക്ടീരിയക്ക് കാഠിന്യം കുറവായിരിക്കും. സോ മെയിൻ ആയിട്ടും ബാക്ടീരിയ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ സെൽ വാളിന്റെ ഘടന അനുസരിച്ചിട്ട് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ കോമ്പോസിഷൻ അല്ലെ, സെൽ വാളിലെ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കന്റെ കമ്പോസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ബാക്ടീരിയ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കോശഭിത്തിയുടെ ഘടനയാണ്. കോശത്തിന്റെ ആകൃതിയല്ല, കോശഭിത്തിയുടെ ഘടനയ്ക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് ഗ്രാം സ്റ്റെയിനിങ് തിരിച്ചറിയപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാക്ടീരിയൽ ജനന രീതി ഏതാണ് അല്ലെ, ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിയോസിസ് ആണോ, ബൈനറി ഫിഷൻ ആണോ, ബഡ്ഡിങ് ആണോ, സ്പോർ ഫോർമേഷൻ ആണോ അല്ലെ. ഇപ്പൊ ബഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു പ്ലാന്റ് ബോഡി അല്ലെ, ഹൈഡ്രയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്ലാന്റ് ബോഡി. ഈ പ്ലാന്റ് ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ഒരു ബഡ് ഫോം ചെയ്യുന്നു. ഈ ബഡ് പേരന്റിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് പേരന്റിൽ നിന്ന് ന്യൂട്രീഷൻ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അത് എന്ത് ചെയ്യുന്നു? പേരന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരെണ്ണമായിട്ട് മാറുന്നു അല്ലെ. നമ്മുടെ ഫംഗസിലൊക്കെ കാണുന്ന ബഡ്ഡിങ് എന്തായാലും അല്ല അല്ലെ. മിയോട്ടിക് ഡിവിഷൻസ് നടക്കുന്നുണ്ടോ? അല്ല. പിന്നെന്താണ്? സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോർ ഫോർമേഷൻ വഴിയാണോ നമ്മുടെ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ലല്ലേ, ബൈനറി ഫിഷൻ വഴിയാണ്. ഫിഷൻ ആണ്. എന്താ ഫിഷൻ എന്ന് പറയുമ്പോൾ? സെൽ വാൾ ഡിവൈഡ് ചെയ്തല്ലേ, ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ബാക്ടീരിയ. അപ്പൊ എന്താണ്? ബൈനറി ഫിഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻസ് നടക്കുന്നത് അല്ലെ. പിന്നെ നമുക്കല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ട്രക്ഷൻ, കോൺജുഗേഷൻ കാര്യങ്ങളൊക്കെ, അതവിടെ നിന്നോട്ടെ. എങ്കിലും സിംപ്ലസ്റ്റ് മെത്തേഡിൽ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ്? ബൈനറി ഫിഷൻ മെത്തേഡ് ആണ്. താഴെ പറയുന്നവയിൽ രോഗകാരക ബാക്ടീരിയ ഏത്? കുറെ ബാക്ടീരിയസ് തന്നിട്ടുണ്ട് അല്ലെ. ഇതിലെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, സ്പൈറുലിന, അനബീന, ഇതിലേത് ബാക്ടീരിയ ആണ് ഡിസീസുകൾ കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസുഖങ്ങൾ വരുത്തുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിക്കുക അല്ലെ. നമുക്ക് പഠിക്കാനുണ്ട് ബാക്ടീരിയയുടെ ആപ്ലിക്കേഷൻസ്, ആ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാലേ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. പേര് തന്നെ ഉണ്ടല്ലേ, ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. സോ വളരെ ഈസിയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നിരിക്കുന്ന കൂട്ടത്തില് ബാസിലസ് ആണെങ്കിലും സ്പൈറുലിനി ആണെങ്കിലും അനബീന ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുകയില്ല, മെയിൻ ആയിട്ട് ഡിസീസുകൾ ഒന്നും തന്നെ കോസ് ചെയ്യുന്നില്ല. കോസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് ആണ്. നമ്മൾ ബാക്ടീരിയയുടെ സെൽ വാളിനെ കുറിച്ച് പഠിച്ചു. ഗ്രാം സ്റ്റെയിനിങ് എന്തിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞു? സെൽ വാളിന്റെ ഘടനയുടെ ബേസിസിലാണ്. പിന്നെ നമ്മളിപ്പോ ഒരു എന്താ പഠിച്ചത്? രോഗകാരകമായിട്ടുള്ള ഒരു ബാക്ടീരിയയും പഠിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഉദാഹരണം. ഇത് ഒരു കൺഫേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഏത്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഏതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോക്കിയേ, സ്റ്റഫൈലോകോക്കസ്,
ക്ലോസ്ട്രീഡിയം, ഈക്കോലി, ബാസിലസ്. എന്താണ് ഇതിൽ ഗ്രാം നെഗറ്റീവ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കണം? എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന്? ഞാൻ ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനിൽ കുറച്ചൊന്ന് പറഞ്ഞിരുന്നു. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ദെയർ സെൽ വാൾ സ്ട്രക്ചേഴ്സ് അല്ലെ. ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ആയിക്കോട്ടെ ഗ്രാം നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്? അതിന്റെ സെൽ വാൾ സ്ട്രക്ചർ. സെൽ വാളിലെ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ. സോ സെൽ വാൾ സ്ട്രക്ചർ അല്ലെ, കോശഭിത്തിയുടെ ഘടന വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് പറയുന്നത് അല്ലെ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു അവയ്ക്ക് എന്താണ്, അവയുടെ സെൽ വോളിൽ തിക്കായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് പേർപ്പിൾ കളറിലായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. അതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് വളരെ തിൻ, ഒറ്റപ്പാളിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ അവ എന്തായിരിക്കും? പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലായിരിക്കും സ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണോ എന്ന് കണ്ടെത്തുന്നത് അതിന്റെ കോശഭിത്തിയുടെ ഘടനയുടെ ബേസിലാണ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രണ്ടിനെയും കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെങ്കിൽ മ്യൂറിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടിട്ടാണ്. പക്ഷേ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് തിക്ക് ലെയറും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ തിൻ ലെയറും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ തിക്ക് ലെയറുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പേർപ്പിൾ കളറായിട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലും ഇനി പിങ്ക് കളറായിട്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലും മാറുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോളാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് അത് എന്തിന്റെ ബേസിസിലാണ്? കോശഭിത്തിയുടെ ഘടനയുടെ ബേസിസിലാണ്. കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ മ്യൂറിനാണ്. ഈ മ്യൂറിന് കട്ടി കൂടുതൽ ഗ്രാം പോസിറ്റീവിലാണ്. സോ അത് എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? പേർപ്പിൾ കളറിൽ ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. മറിച്ച് പിങ്ക് ആവുകയാണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ലൈക്ക് അല്ലെ Staphylococcus aureus and Clostridium have thick peptidoglycan walls, while gram negative bacteria എന്ന് പറയുന്നത് ഈക്കോലി, സ്യൂഡോമോണാസ് ഒക്കെയാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? സോറി, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റെഫൈലോകോക്കസ് അല്ലെ ഓറിയസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് കേട്ടോ. ഇതൊരു പോസിറ്റീവ് ബാക്ടീരിയ ആണ്. അപ്പൊ അതിന്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എങ്ങനെയായിരിക്കും മാറുന്നത്? പേർപ്പിൾ കളറിലോട്ടാണ് മാറുന്നത്. നെക്സ്റ്റ് ക്ലോസ്ട്രീഡിയം അല്ലെ. ക്ലോസ്ട്രീഡിയം എന്താണ്? ഒരു പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ബാസിലസും എഗെയിൻ ഒരു പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഈക്കോലി ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിന്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ വളരെ മൈന്യൂട്ട് ആണ്. സോ അതിന്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? പിങ്കിലോട്ടാണ് മാറുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ബാക്ടീരിയയുടെ ഷേപ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. ഇപ്പം ഷേപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആ ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്ത് വന്നിരുന്നെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പ്രയോജനകരമാവുകയുള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പം നിങ്ങളെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാനും നിൽക്കണ്ട. കാരണം ഇതിൽ എന്താണ് വീണ്ടും നമ്മൾ ഇപ്പം ഞാൻ കുറച്ചുകൂടി വന്നിട്ട് നിങ്ങളോട് വീണ്ടും അത് ആ ഒരു പഠിപ്പിച്ച കാര്യം തന്നെ പിന്നെയും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസിലൂടെ പറയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്വസ്റ്റ്യനും കിട്ടും, ബാക്കി 4 ഓപ്ഷൻ്റെ കൂടുതൽ അറിവുകളും കിട്ടും. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടൈപ്പ് റിവിഷനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവിഷനാണ്. നമ്മൾ ടോപ്പിക്കുകൾ പഠിച്ച് തീർത്തിട്ട് റിവൈസ് ചെയ്യുകയാണ്. എപ്പോഴും റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് റിവൈസ് ചെയ്യുക അല്ലേ. ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യനും അതിന്റെ അനുബന്ധ ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യനും കിട്ടും, അതിന്റെ കൂടെ അനുബന്ധ ഫാക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. സോ വിബ്രിയോ കോളറയുടെ ആകൃതി നമുക്കറിയാല്ലേ. കോളറ കോസ് ചെയ്യുന്ന വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ അത് ഏത് ഷേപ്പിലുള്ള ബാക്ടീരിയ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുറ്റാകാരത്തിലാണോ, ദണ്ഡ് രൂപത്തിലാണോ, കോമ രൂപമാണോ, സ്പൈറൽ രൂപമാണോ? ഏതാണ് വിബ്രിയോ കോളറയുടെ രൂപം? വളരെ സിമ്പിൾ ആണല്ലേ. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്നത് കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ,
നമുക്ക് സ്പെറിക്കൽ ഷേപ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? കോക്കെ എന്ന് വിളിക്കാം. റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ബാസിലസ് ആണ്. സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ് വിബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ടീരിയയുടെ 4 ഷേപ്പുകൾ എന്ന് പറയുന്ന ആ ഷേപ്സുകൾ ഒന്ന് നോക്കിയിരിക്കും. അപ്പം വിബ്രിയോ കോളറയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോമ ഷേപ്ഡ് ആണ്. ഇനി 7th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാക്ടീരിയയുടെ മോട്ടിലിറ്റി ഏത് ഘടകം നൽകുന്നു? അല്ലെ, ബാക്ടീരിയ മൊട്ടൈൽ ആണല്ലോ അല്ലെ. മൊട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ലൊക്കോമോഷൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? മോട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ബാക്ടീരിയയിലെ മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്? പിലയാണോ, അതോ ക്യാപ്സ്യൂൾസ് ആണോ, ഫ്ലെച്ചല്ല ആണോ, പ്ലാസ്മിഡ്സ് ആണോ? ഇതിൽ ഏതാണ് ബാക്ടീരിയയുടെ മൊട്ടിലിറ്റി ഫാക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ബാക്ടീരിയയിൽ മൊട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഇൻഡിപെൻഡന്റ്ലി അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ മൊട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊട്ടിലിറ്റിക്ക് സഹായിക്കുന്നത് ആരാണ്? ഫ്ലജെല്ലാസ് ആണ് അല്ലെ. ബാക്ടീരിയയിലെ മൊട്ടിലിറ്റി ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലജെല്ലയാണ്. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്തേ, ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ ഇന്നത്തെ ക്ലാസ്സിൽ. അതായത് ബാക്ടീരിയയുടെ സെല്ല് ഏത് ടൈപ്പ് ആണെന്നുള്ള കാര്യം പറഞ്ഞു, ഗ്രാം സ്റ്റെയിനിങ് പറഞ്ഞു, ബാക്ടീരിയയുടെ ഷേപ്സുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, ആൻഡ് മോട്ടിലിറ്റി പറഞ്ഞു അല്ലെ. ഇനി ആരോഗ്യത്തിന് ഉപകാരപ്രദമായ ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയാസ് എല്ലാം എന്തല്ല? ഡിസീസ് കോസിങ് അല്ല. നമ്മൾ കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസീസ് കോസിങ് ബാക്ടീരിയ ഏതാന്ന് ചോദിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിൽ ബാക്കിയൊന്നും ഡിസീസ് കോസിങ് അല്ല. അപ്പൊ എല്ലാ ബാക്ടീരിയയും ആരോഗ്യത്തിന് ഹാനികരമല്ല. ചില ബാക്ടീരിയകൾ ആരോഗ്യത്തിന് ഹാനികരമല്ലെന്ന് മാത്രമല്ല, അവ എന്ത് ഗുണം ചെയ്യുന്നു? അവ ആരോഗ്യത്തിന് യൂസ്ഫുൾ, ഉപകാരപ്രദവുമാണ്. അങ്ങനെയുള്ള ബാക്ടീരിയ നമ്മളൊരു പേര് വിളിക്കും. ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയയെ വിളിക്കുന്ന പേര് പത്തജൻ, പ്രൊബയോട്ടിക്, ആന്റിജൻ ആൻഡ് മ്യൂട്ടന്റ്. ഇതിൽ എന്താണ് നമ്മൾ വിളിക്കുന്നത്? പത്തോജൻ നമുക്ക് അറിയാല്ലേ. പത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് കോസിങ് കപ്പാസിറ്റി ഉള്ളവരാണ് അല്ലെ. ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പത്തോജൻ എന്ന് വിളിക്കുന്നത്. ആന്റിജൻ എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ സബ്സ്റ്റൻസ് ആണ് അല്ലെ. എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കുന്നത്. മ്യൂട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മ്യൂട്ടേഷൻ നടന്നിട്ടുള്ള ഒരു വെറൈറ്റീസ് ആണ് മ്യൂട്ടന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുള്ള വെറൈറ്റീസ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊബയോട്ടിക് എന്നുള്ളതാണ് ടേം അല്ലെ. സോ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെ സാധാരണയായി പ്രോബയോട്ടിക്സ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോബയോട്ടിക് എന്ന് വിളിക്കുന്നത്. ഇവ ജീവനുള്ള സൂക്ഷ്മാണുക്കളാണ്. ഇവ എങ്ങനെയുള്ളവയാണ്? ജീവനുള്ള സൂക്ഷ്മാണുക്കളാണ്. അവ മതിയായ അളവിൽ നൽകുമ്പോൾ ആതിഥേയന് ആരോഗ്യപരമായ ഗുണം നൽകുന്നു. തൈര്, സപ്ലിമെന്റുകൾ പോലെയുള്ള പുളിച്ച ഭക്ഷണങ്ങളിൽ ഇവ പലപ്പോഴും കാണപ്പെടുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ പറയത്തില്ല ചില സമയത്ത് തൈര് കഴിക്കണം അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കണം എന്ന് പറയും. അപ്പം ഇതിലൊക്കെ എന്തുണ്ട്? പുളിപ്പിക്കാൻ സഹായിക്കുന്ന ചില ബാക്ടീരിയാസ് ഉണ്ടല്ലേ. ഈ ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ ഹെൽത്തിന് സഹായിക്കുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോബയോട്ടിക് എന്ന് വിളിക്കുന്നത്. സോ പ്രോബയോട്ടിക് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. പ്രോബയോട്ടിക് ജീവനുള്ളവയെ അതിന്റെ ഒരു ജീവനുള്ള പ്രവർത്തനങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന ആൾക്കാരെന്നാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. സോ പ്രോബയോട്ടിക് ക്ലിയർ ആയല്ലോ അല്ലെ. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 8B ആണ്, പ്രോബയോട്ടിക്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്നവയിൽ ഏത് ബാക്ടീരിയ ആണ് ഭക്ഷണം സംരക്ഷിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഭക്ഷണ സംരക്ഷണം അല്ലെ. നമുക്കറിയാം ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് പ്രിസർവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയാസിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പലതരം ബാക്ടീരിയകളെ നമ്മൾ ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഫുഡ് പ്രിസർവേഷനിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ നോക്കാം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ളവയിൽ നമ്മൾ മൈക്കോബാക്ടീരിയം ആയിക്കോട്ടെ, ക്ലോസ്ട്രീഡിയം ആയിക്കോട്ടെ, സാൽമോണല്ല ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലെ. ഇപ്പൊ ഡിസീസോ എന്തെങ്കിലും ഹാംഫുള്ളോ കോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മൾ എവിടെ യൂസ് ചെയ്യുകയില്ല, മെയിൻ ആയിട്ട് ഈ ഒരു ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും യൂസ് ചെയ്യില്ല. സോ നമ്മൾ ഫുഡ് പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് ബാക്ടീരിയാസിനെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ലാക്ടോബാസിലസ് ആണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കേട്ടോ, വേറെയും ഉപയോഗിക്കുന്നുണ്ട്, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫുഡ് പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് ആണ്. ലാക്ടോബാസിലസ് എന്നത് ഭക്ഷ്യ സംരക്ഷണത്തിന് ഗുണം ചെയ്യുന്ന ഒരു കൂട്ടം ബാക്ടീരിയകളാണ്. ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്ഷ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ ലാക്ടോബാസിലസ് എന്ന് വിളിക്കുന്നത്. അവ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അവ എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ബാക്കി ആ ഒരു ഭക്ഷണത്തിൽ ദോഷകരമായിട്ടുള്ള ബാക്കി ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി തൈര് അല്ലെ, സോക്കൗട്ട് തുടങ്ങിയ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അവയുടെ ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. നമ്മുടെ പുളിപ്പിച്ച ഭക്ഷണങ്ങളുടെ ഷെൽഫ് ലൈഫ് അഥവാ ആയുസ് വർദ്ധിപ്പിക്കുവാനായിട്ട് അവ സഹായിക്കുകയും ചെയ്യുന്നു. സോ ലാക്ടോബാസിലസ് ആണ് നമ്മൾ ഫുഡ് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ലാക്ടോബാസിലസ് ഉപയോഗിക്കാനുള്ള കാരണം അവ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം? ബാക്കി ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒന്നും എന്ത് ചെയ്യുകയില്ല, ഫുഡിൽ ഗ്രോ ചെയ്യുകയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഫുഡിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള ഓപ്ഷൻസുകൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് മൈക്കോബാക്ടീരിയം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറെ അധികം രോഗങ്ങൾ കോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അല്ലെ, വലിയ ക്ഷയം പോലെയുള്ള രോഗങ്ങൾ കോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയയുടെ ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? മൈക്കോബാക്ടീരിയം എന്ന് പറയുന്നത്. ഡിസീസ് കോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കുകളിൽ ഒന്നും തന്നെ ഉപയോഗിക്കുകയില്ല. നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടിന്നിലടച്ച ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ക്യാനിലൊക്കെയുള്ള ഫുഡുകളെ മലിനമാക്കുന്ന അല്ലെങ്കിൽ ടിന്നിലടച്ച ഫുഡുകളെ കേടുവരുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഏതെന്ന് പറയുന്നത്? ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഫുഡിനെ ഡാമേജ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അത് ഫുഡിനെ ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യുകയില്ല, നമ്മള് ഫുഡിന്റെ ഭക്ഷ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുകയില്ല. പിന്നെ സാൽമോണല്ല ആയിരുന്നു അല്ലെ. സാൽമോണല്ലി എന്ന് പറയുന്നതും ഭക്ഷ്യ വിഷബാധ കോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഇതും എന്താണ്? മനുഷ്യന്റെ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ബാക്ടീരിയ നമ്മൾ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇനി പറയുന്ന ബാക്ടീരിയയിലെ ഭക്ഷണം സംരക്ഷിക്കാൻ ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ ഫുഡ് പ്രിസർവേഷന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതെന്നുള്ളതായിരുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, ലാക്ടോബാസിലസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് എന്ത് ചെയ്യുന്നു? ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫുഡിൽ എന്ത് ചെയ്യുന്നില്ല, ബാക്കി ഹാംഫുൾ ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ആയുസ്, ആ ഒരു ഫുഡിന്റെ ആ ഒരു ടൈം ഓഫ് ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അത് കൂട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ലാക്ടോബാസിലസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോബയോളജിയിൽ നിന്നും ഡിസ്കസ് ചെയ്തത്. ഈ 9 ക്വസ്റ്റ്യനും 9 ടോപ്പ് അല്ലെ. മൈക്രോബയോളജിയിൽ നമ്മൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്, സ്റ്റെയിനിങ് ടെക്നിക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് മാത്രമല്ല, അതുമായിട്ട് അനുബന്ധമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഹോൾ ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യം തന്നെ ആ ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്ത് വന്നിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഏകദേശം 4-5 മാസങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യമാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടാനായിട്ട് സഹായിക്കും.
അപ്പൊ നമ്മൾ ഇന്ന് 9 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലേ സെൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ബാക്ടീരിയയുടെ സെൽ വാളിലെ മെയിൻ കണ്ടന്റ് എന്തെന്നുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നുള്ളതാണ് മെയിൻ കണ്ടന്റ്. പിന്നെ എക്സാമ്പിൾ ഗ്രാം സ്റ്റെയിനിങ് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെ? സെൽ വാളിന്റെ സ്ട്രക്ചർ ആണ്. അതായത് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാം പോസിറ്റീവ് ആണ് ഇത് പർപ്പിൾ കളറിലേക്ക് മാറും, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഏത് കളറായിരുന്നു, പിങ്ക് ഷെയ്ഡിലേക്കാണ് മാറുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഡിസീസ് കോസ് ചെയ്യാതെ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസിനെ എന്ത് വിളിക്കും എന്ന് ചോദിച്ചു, പ്രൊബയോട്ടിക് എന്നാണ് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയെ വിളിക്കുന്നത്. പിന്നെ ഫുഡ് പ്രിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. അത് മാത്രമല്ല നമ്മൾ പഠിച്ചത് ഡിസീസ് കോസിങ് ബാക്ടീരിയാസ് അല്ലെ, കുറെ ബാക്ടീരിയാസ് എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഡിസീസ് കോസിങ് എന്ന് ചോദിക്കാം. പിന്നെ ബാക്ടീരിയയുടെ ഷേപ്പ് അല്ലെ, ഓരോ ഷേപ്പിലുള്ളത് വിബ്രിയോ ഷേപ്പിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ കൊമ ഷേപ്പ്ഡ് ബാക്ടീരിയാസിനെ എന്ത് വിളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക്